ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകം വരവായി. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ അത്യാവശ്യം നമ്മളായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ ഇന്നലെ മിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഇവിടെ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിന് മുൻപ് ഇത്തിരിയെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കണമല്ലോ. ഇന്ന് രാവിലെ ഞാനിവിടെയൊക്കെ കഴുകിയതാട്ടോ, അടിച്ചു വാരിയതാട്ടോ. എന്നിട്ടാണ് ഈ ചവറ് വീണ്ടും വന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ നല്ല അത്യാവശ്യം ഉള്ള വേസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് കത്തിക്കുകയാണ്. കുറച്ച് ചാരമാക്കണം എന്നാണല്ലോ പറയാം. നമ്മൾ തലേ ദിവസം കുറച്ച് ചാരമാക്കണം. തലേ ദിവസം അല്ല കേട്ടോ, 2 ദിവസം മുമ്പത്തെയാണ്. അപ്പോൾ തലേ ദിവസം ഒന്നായിട്ടില്ല, പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മൾ അത്യാവശ്യമൊക്കെ വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ തമിഴിനെ വിളിച്ച് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, വെട്ടിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു എന്തിന് നമ്മളൊന്നും ഇതൊക്കെ ചെയ്യാൻ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെ മനസ്സിലായി. അപ്പം ഞങ്ങൾ എല്ലാ ഇതും ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കത്തിക്കുക തന്നെ. ഞങ്ങളൊന്നും കടക്കാൻ പറ്റില്ലല്ലോ, കൊതു കുത്തിയിട്ടേ. അപ്പോൾ നിറച്ച് വേസ്റ്റ് ഉണ്ട്. ഞാൻ ഇവിടെ അടിച്ചിട്ടില്ല. ഇവിടെ എന്താ വെച്ചാൽ ഈ വേസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്കിവിടെ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്ന് ഉണങ്ങണം, ചക്ക വീണിട്ടത്. മുകളിൽ ഒരാളിങ്ങനെ വീഴാൻ എപ്പോൾ വേണമെങ്കിലും വീഴാം എന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട കേട്ടോ. കണ്ട നിൽക്കണ ഇപ്പം വീണകളെ എന്താ അടിച്ചു വാരിയ മുറ്റവും എല്ലാം ഇങ്ങനെ. അങ്ങനെ നമ്മൾ പറയില്ലേ, കർക്കിടകത്തിന് മുൻപ് ഇങ്ങനെ കത്തിച്ചാമ്പലാക്കി കളയണം, എല്ലാം പുകച്ച് ഒക്കെ കളയണം എന്നാണ്. നമുക്ക് നല്ല മഴയുണ്ടാവണ സമയം ആണല്ലോ കർക്കിടകം. ഒന്നോട്ട് നല്ല മഴയായിരിക്കും എന്നൊക്കെയല്ലേ പൊതുവേ പണ്ടുള്ളവരൊക്കെ പറയാം. കർക്കിടകം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒന്നുമല്ല. ഇപ്പം ബാക്കിയൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ അകത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. മാറാൽ തട്ടലും, പിന്നെ അത്യാവശ്യം മാറാൽ തട്ടൽ, അടിച്ചു വാരൽ, തുടയ്ക്കൽ, ജനാലകളും വാതിലുകളൊക്കെ തുടയ്ക്കലൊക്കെ ഒരുവിധം പണികളങ്ങ് തിമർത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ. ഇനി നമ്മൾ പടിയുടെ പുറം എടുക്കണ കണ്ട നമുക്കത് ചെയ്യാവുന്ന സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഒരു ഉഷാറില്ല എന്ന് പറഞ്ഞില്ല, 2 പേർക്കും അതൊന്നും ചെയ്യാൻ വലിയ ഉഷാറൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ തുമ്പയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ ചിലപ്പോൾ തുമ്പയൊക്കെ പറയും. ഞാൻ കർക്കിടകത്തിലെ തോരനായിട്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിർത്തിയിരിക്കണത്. അതുകൊണ്ടാണ് പല പുല്ലുകളും നമ്മൾ പറിക്കാണ്ടിരിക്കണം. മുക്കുറ്റി ആയാലും ഒക്കെ നമ്മൾ കർക്കിടകത്തിൽ ആവശ്യമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പ്രത്യേകിച്ച് ഒരു 7 ദിവസമെങ്കിലും നമുക്ക് നിർബന്ധമായിട്ടും മുക്കുറ്റി വേണം. അപ്പം അതും കൂടി ആലോചിച്ചിട്ട് പൂജയുണ്ടല്ലോ. ഞാനിപ്പോൾ സാധാരണ നമ്മൾ 12 ദിവസം പൂജയ്ക്ക് വെക്കാറുണ്ട്. ഭഗവതി പൂജ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം 7 ദിവസത്തേക്കെങ്കിലും 12 ദിവസമോ എത്രയെങ്കിലും നമുക്ക് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. നല്ല പാലൊക്കെ കുടിച്ചിട്ട് ഒരാൾ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാണ്. വാതിൽ തുറന്നപ്പോഴേക്കും ഓടും. പാല് കുടിച്ചിട്ട് മതിയായിട്ടില്ല അവൾക്ക്. ഇന്നേട്ടം വരുമ്പോൾ പിന്നെ കവർ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം കൊടുത്തപ്പോൾ അതും കുടിച്ച് വേഗം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. കവർ പാല് കുടിച്ച് എന്തല്ലേ അവളുടെ സുഖം. അവൾക്ക് രാവിലെ ഉച്ചയ്ക്ക് ചോറ് കൊടുത്തതൊക്കെ വേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പാല് വീണ്ടും വന്ന് കുടിക്കും. എണീറ്റ് കഴിഞ്ഞാൽ വീണ്ടും പാല് അവൾ ഇവിടെ വന്നിട്ട് കുടിച്ചുകൊണ്ടിരിക്കും. ഇത് ഞാൻ തന്നെയാണ്. ഞാനെപ്പോഴും വർത്തമാനം പറഞ്ഞിങ്ങനെ നടക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ അങ്ങനെ ഇവിടുത്തെ ഈ പുല്ല് പറിക്കാൻ എനിക്ക് പറ്റില്ല. മുറ്റടിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചേട്ടൻ്റെ പുല്ല് പറിക്കൽ കഴിഞ്ഞ് മുറ്റടിക്കലൊക്കെ നടക്കും. അകത്ത് ഇന്ന് ഇരുന്നിട്ടില്ല. ഇന്നലെയും ഇന്നും ഒന്നും ആയിട്ട് ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല. അതേപോലെയാണ് പണികളുണ്ടായിരുന്നു. നല്ല പണിയായിരുന്നു, നല്ല തിരക്കായിരുന്നു എല്ലാവർക്കും. നിങ്ങളെല്ലാവരും അത്രയും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. നമുക്ക് രസമല്ലേ അതൊക്കെ. കർക്കിടകം വരാൻ പോവാണ് എന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അത് ഭയങ്കരമല്ലേ നമ്മൾക്ക്. അങ്ങനെ പണ്ട് ഇതിനും മേലെ പറമ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്തോരം പണികൾ എൻ്റെ അമ്മ എടുത്തിരുന്നത്. ഞങ്ങൾ മുറ്റടിക്കലും ഒക്കെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ പിന്നെ അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. ഉള്ളത് വെച്ചൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ വൃത്തിയാക്കി എടുക്കുക തന്നെ ചെയ്യാൻ നമുക്ക് മടി. ആലോചിച്ചു എന്തായിരുന്നു രസവും കാര്യങ്ങളും. ഇതിലൂടെ കുറച്ചെങ്കിലും പുല്ല് പറിക്കണം. കാരണം എപ്പോഴും നമ്മൾ 2 നേരം എന്ന് പറഞ്ഞോണം തുളസി പൊട്ടിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. ഇപ്പോൾ തുളസിയുടെ എല്ലാം ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കി വെക്കണം. തുളസിയുടെ ഭാഗം നല്ല ചിലവുള്ള കാര്യങ്ങളാണ്. പണ്ട് ഇതിനേക്കാളും കൂടുതൽ തുളസി കൊതു ഉറുമ്പ് എന്തൊരു കട്ടുറുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളു, കൊമ്പൊക്കെ കുത്തി വരുന്നുണ്ട്.
അപ്പോൾ മഴയൊക്കെ അങ്ങനെ നീങ്ങി നിൽക്കണ കാരണം ഒരു സത്യം പറഞ്ഞാൽ മഴ നീങ്ങി നിൽക്കുമ്പോൾ ഒരു സമാധാനം, മഴ ഇല്ലാണ്ടാവുമ്പോഴും ഒരു വിഷമം ഉണ്ട് കേട്ടോ, അതിലായിക്കില്ല. അപ്പോൾ ആ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ വിളക്കൊക്കെ വെച്ച് നാമം ചൊല്ലി തുടങ്ങി. ഞങ്ങളിവിടെ പണികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളിപ്പോഴൊന്നുമല്ല, നമ്മൾ സാധാരണ വിളക്ക് വയ്ക്കണതൊക്കെ ഞങ്ങൾ 7 മണിയാവുമ്പോഴേ വിളക്ക് വയ്ക്കാറ് കേട്ടോ. തിരക്കിൻ്റെ ഇടയിലാണോ പൂച്ചക്കളി? അവൾക്ക് സുന്ദരി അവളെ എന്നെ ഇവിടെ ഇരുത്താണ്ട് ഇപ്പം ഞാൻ അത് എടുത്ത് പൊക്കാന്ന് വെച്ചാൽ അത് അവള് ചെയ്യും. ഒപ്പത്തിനൊപ്പം പണിയാൻ ആളുണ്ട്. എന്തല്ലേ അവളുടെ ഒരു കളികള്. ഓ അതാ വിളിക്കണ ചെല്ലാൻ. കുത്തിമറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന ചുന്ദരി മോള്, ചുണ്ടടി മണി ഇത് വന്നു. ഒന്നും മതി. പണികളൊക്കെ കഴിഞ്ഞു, വായി കൊണ്ട് കളയട്ടെ. ചേട്ടൻ പറഞ്ഞേ നമുക്ക് ഇവിടുന്നും കൂടി വൃത്തിയാക്കാം, അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് വളർത്താം. വെറ്റില കൂടി വെറ്റില കൂടി വെട്ടിയത് അതിനുള്ളിലേക്ക് ഇട്ടോ ഏട്ടാ, അതാ നല്ലത്, അല്ലെങ്കിൽ ശരിയാവില്ലെന്നേ. ഏട്ടാ ആ വളർന്നു വന്ന ആ വെട്ടിയതൊക്കെ മൊത്തം അതിലേക്ക് ഇട്ടോ, അപ്പോൾ മണ്ണോട് കൂടി അത് വളർന്നോളും. ആ കാട്ടിലേക്ക് ഇട്ടോളൂ. അപ്പോൾ കംപ്ലീറ്റ് അവിടെ വെറ്റില കൂടി മാത്രമാക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടോ, അതവിടെ വളർന്നോളും. അപ്പോൾ അവിടെ ഇടാൻ പറഞ്ഞപ്പോൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, എവിടെയെങ്കിലും ഇടട്ടെ. അത് വേണ്ട, കളിമണ്ണിൽ വളരുമോ പറ്റില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേക്കോട്ടാ. അങ്ങനെയാണ് ആള്. പഠിക്കണം പറ്റേ. അപ്പോൾ ഞങ്ങൾ നിങ്ങൾ വേഗം പണികൾ എടുക്കട്ടെ. അപ്പോൾ അജന്തി പ്രസാദ് ഫാമിലിയോട് സൈനിങ്. ടാറ്റ ബൈ ബൈ. ചേട്ടാ ടാറ്റ പറഞ്ഞ ടാറ്റാ. അപ്പോൾ ടാറ്റ ബൈ ബൈ.